വാർത്ത കാസയുടെ ഒരു പോസ്റ്റ് വായിച്ചു തുടങ്ങാം. ഇങ്ങനെയാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്, ഇത് സൈനവയല്ല. അഭിപ്രായം പറയുവാൻ ക്ഷണിച്ചു വരുത്തിയ അതിഥി സംസാരിച്ചു വരുന്ന കാര്യങ്ങൾ എതിരാണെന്ന് മനസ്സിലാക്കിയതോടെ അയാളെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുവാനും അയാൾ പറയുന്നത് പ്രേക്ഷകരെ കേൾപ്പിക്കാതിരിക്കാനും അയൽക്കൂട്ട മീറ്റിങ്ങിൽ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നത് പോലെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് സുഡാപ്പികളെ വെള്ളപൂശാൻ വേണ്ടി ഈ സ്ത്രീ നടത്തുന്ന അമിത ആവേശത്തോടെയുള്ള ഈ പ്രകടനങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ PFIയുടെ ഉടമസ്ഥതയിലുള്ള സത്യസരണിയുടെ നടത്തിപ്പുകാരിയായിരുന്ന സൈനവ കോട്ടമിട്ട് വേഷം മാറി വന്നിരിക്കുന്നതാണോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ സംശയിച്ചേക്കാം. അല്ല, ഇത് സൈനവയല്ല. ഇത് മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ന്യൂസ് 18 കമ്പനിയുടെ ന്യൂസ് 18 കേരളം ചാനലിലെ ന്യൂസ് റീഡർ ശ്രീമതി അപർണ കുറുപ്പ് തന്നെയാണ്. ന്യൂസ് 18 ചാനൽ മറ്റു ഭാഷകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ പടവലങ്ങ പോലെ താഴോട്ട് വളരുന്നതിൻ്റെ കാരണം ന്യൂസ് 18 കേരളം ചാനലിലെ ഇതുപോലെ ചിലരുടെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണ്. ഇങ്ങനെയാണ് ഇത് പോയിരിക്കുന്നത്, കാസയുടെ പോസ്റ്റ് പോയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ ചർച്ച ചെയ്തതാണ് ഈ വിഷയം. ആ ചാനലിൽ ഒരു അവതാരക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ തെളിവ്, ഒരു മാധ്യമങ്ങൾക്കും തെളിവ് കൊടുക്കണമെന്ന് PC ജോർജിന് നിർബന്ധമില്ല. കോടതി ചോദിച്ചാൽ PC ജോർജ് തെളിവ് കാണിക്കണം, അല്ലേ? അത് കോടതിയിൽ കാണിക്കാം, ഞാൻ കാണിക്കേണ്ടിടത്ത് കാണിച്ചോളാം എന്ന് PC ജോർജിന്റെ മകൻ ഇന്നലെ പറയാം. അത് ബോധ്യപ്പെടുത്തേണ്ടിടത്ത് ബോധ്യപ്പെടുത്തിക്കോളാം. PC ജോർജിനെ പോലെ ഒരാൾ തെളിവില്ലാതെ 400 പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയായിട്ടുണ്ട്, അതിൽ 41 പേരെ രക്ഷപ്പെടുത്താനേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വെറുതെ PC ജോർജ് ഒരു കണക്ക് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്തരത്തിൽ നമുക്കിപ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളും ഹിന്ദു എല്ലാം മതേതരത്വമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. എല്ലാവരും ഒരുപോലെ പോകണം. അവിടെ ചിലർ ഇന്ത്യയെ തകർക്കാൻ ഉള്ള തരത്തിൽ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്, അല്ലേ? ആ ഒരു വിഷയത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം, അത്തരത്തിൽ ഒരു ജിഹാദ് ഉണ്ട് എങ്കിൽ അത് തകർക്കപ്പെടേണ്ടത് തന്നെയാണ്, അത് അവസാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം അത് ഒരുപാട് പേരുടെ ജീവിതം വെച്ചുള്ള കളിയാണ്. നമ്മൾ റേറ്റിംഗ് കൂട്ടാനും നമ്മുടെ വ്യൂസ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇരുന്ന് പറയുന്നത് പോലെ അല്ല അതിൻ്റെ ഗൗരവമേറിയ കാര്യങ്ങൾ. ഈ കുറേ പേരെ സന്തോഷിപ്പിക്കാനായി നമ്മുടെ നിലപാടുകൾ ചിലയിടത്ത് തിരുത്തപ്പെടേണ്ടി വരുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് കുറേ പേരുടെ ജീവിതങ്ങൾ കൂടിയാണെന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് വേണം സംസാരിക്കാനുള്ളത്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകും. പക്ഷെ ആ രാഷ്ട്രീയം ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങളിൽ കൊണ്ടുവന്നിടരുത് എന്നുള്ളതാണ്. ഇപ്പോൾ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും പറഞ്ഞപ്പോൾ അരമന കത്തിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ് ഇവിടെ. അങ്ങനെ ഒരു നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടോ എന്ന് മാധ്യമ ശൃംഖലകൾ ഇരുന്ന് ഘോരമായി വാദിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എത്ര പേരാണ് ഈ മയക്കുമരുന്നിൻ്റെയും പിന്നെ പല ലഹരി വസ്തുക്കളുടെ അടിമകളായി കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളും കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന പീഡനങ്ങളും ബലാത്സംഗങ്ങളും, അമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത മക്കൾ, പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത സഹോദരങ്ങൾ, സ്വന്തം ചോരയെ തിരിച്ചറിയാത്ത അച്ഛന്മാർ ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അന്ന് ബിഷപ്പ് പറഞ്ഞത് എന്താണ്? നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞത് ഇല്ലേ? ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു ദിവസം പോലും നമ്മുടെ ലഹരിയുടെ ഉപയോഗത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു ദിവസം ഇവിടെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനം, രഹസ്യാന്വേഷണ ഏജൻസി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ശത്രു രാജ്യങ്ങൾ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരായുധം മയക്കുമരുന്നാണ്. മയക്കുമരുന്ന് നമ്മുടെ യുവാക്കളിലേക്ക് കുത്തിവെച്ചുകൊണ്ട് നമ്മുടെ യുവതയെ നിഷ്ക്രിയരാക്കി മാറ്റുകയും ഒന്നിനും കൊള്ളാത്തൊരു യുവവിഭാഗമാക്കി ഇന്ത്യയുടെ വിഭവശേഷി, മനുഷ്യ വിഭവശേഷി നശിപ്പിച്ചു കളയാനുള്ള ലക്ഷ്യം ഇവർ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. അത് കേരളത്തിൽ നടപ്പിലാക്കുന്നത് കൂടുതലും ഏത് വിഭാഗക്കാരാണ്, ഏത് പേരുള്ള ആളുകളാണ് എന്ന് ചിന്തിക്കണം എന്ന് ഇന്നലത്തെ ഒരു ന്യൂസ് 18 ചർച്ചയിൽ ഈ പറയുന്ന കെന്നഡി കരിമ്പിൻകാല ഒരു കാര്യം പറഞ്ഞു. ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ ലഹരി വിൽപ്പനക്കാർ, ലഹരിയുമായി പിടിയിലായ ആളുകൾ, ലഹരി ഉപയോഗിക്കുന്ന ആൾ ഏറ്റവും
കൂടുതൽ നിങ്ങൾ കേസെടുത്ത് പരിശോധിക്കൂ, ഏത് വിഭാഗക്കാരാണ് പിടിയിലായത് എന്ന് പരിശോധിക്കൂ, ആരാണ് ഏജന്റുമാരെന്ന് പരിശോധിക്കൂ എന്ന് പറയുമ്പോൾ തൊട്ടപ്പെടുത്തിരുന്ന ഒരു മുസ്ലിയാർ, ഒരു മൊയിലിയാർ, അദ്ദേഹത്തിൻ്റെ പേരെന്നോട് മറന്നുപോയി, അദ്ദേഹത്തിന് കലിയിളകി. അദ്ദേഹം പറയുന്നത് ഇത് ഈ ആളുകളൊന്നല്ല, ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ കെന്നഡി കരിമിങ്കല പറയുന്നത് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ കൂടുതൽ ആരാണ് എന്നതാണ് ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ മറ്റേ ആൾ 2 ഹിന്ദു 1 ക്രിസ്ത്യൻ്റെയും പിന്നെ വിവരം എടുത്ത് വായിച്ചു. ഇന്ന സമയത്ത് കുടുങ്ങിയവൻ, ഇന്ന കുടുംബത്തിൽ കുടുങ്ങിയവൻ. അപ്പോൾ അയാൾ ചോദിക്കും ഞാനെന്തെന്നാ പറയുന്നത്, നിങ്ങളെന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇവിടെയുള്ള ഒരു കൃത്യമായ ഒരു പദ്ധതി പ്ലാനിങ് ഇട്ട് തയ്യാറാക്കുമ്പോൾ അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ എന്താണ് കൂട്ടമായി ആക്രമിക്കുക എന്നൊരു നിലപാടാണ് ഇവിടെ എടുക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടെ, അതായത് അപർണ സെന്നാണോ അപർണ കുറുപ്പാണോ എന്ന് ഇപ്പോൾ പരസ്പരം മാറിപ്പോകുന്നുണ്ട്. ഈ അപർണ സെൻ പിന്നെ റിപ്പോർട്ടറിലായിരുന്ന സമയത്ത് പലപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് അടിമ മനോഭാവത്തിൽ ഈ റിപ്പോർട്ടർ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതേ നിലവാരത്തിലേക്ക് അപർണ കുറുപ്പ് മാറുന്നുണ്ട് എന്നതാണ് കാര്യം. കാരണം പറയാൻ അനുവദിക്കാതെ എന്താണ് വിഷയമെന്ന് ഒരാൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ അയാൾ സംസാരിച്ച് വരുമ്പോൾ ആ സ്പോട്ടിൽ അത് കയറി തടയുക, അവിടെ ശബ്ദം ഉണ്ടാക്കുക. ഇങ്ങനെയാണെങ്കിൽ പിന്നെ അപർണ എന്തിനാണ് ഈ ഒരു മീഡിയേറ്ററായി അവതാരകയായി ഇരിക്കുന്നത്? അതിനേക്കാൾ നല്ലത് അപർണയ്ക്ക് കയറി സംസാരിച്ചാൽ പോരെ. പാർത്തിൽ ഇവിടെ അപർണയോ ഹാഷ്മിയോ അല്ലെങ്കിൽ പിന്നെ സ്മൃതി പരുത്തിക്കാടോ പിന്നെ ഉണ്ണി ബാലകൃഷ്ണനോ വേണു ബാലകൃഷ്ണൻ ഇവരൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഇവരൊക്കെ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവർ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എങ്കിൽ അത് ഗൗരവമായി കണ്ട് അതിനെ പരിഹാരം കണ്ടെത്തുക, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുകയല്ലേ വേണ്ടത്. ഇങ്ങനെയല്ലേ സംസാരിക്കേണ്ടത്? ഇങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് പറയാൻ ഇവരെ കയ്യിൽ തെളിവുണ്ടോ? ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വേർഡിന്റെ പേരിൽ ഇവിടെ ആരും കേസ് എടുക്കുന്നില്ല, അത് ശരിയാണ്. മതപരിവർത്തനം നടത്തി എന്നതിൻ്റെ പേരിൽ ഇവിടെ കേസ് എടുക്കുന്നില്ലേ? കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1 മാസം മുൻപാണ് അസമിലാണോ ഞാൻ ആ സ്ഥലം ഓർക്കുന്നില്ല, ഒരു ഡോക്ടർ ഒരു നേഴ്സിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. ഡോക്ടർ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ്. നേഴ്സിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന എന്തുകൊണ്ടാണ്? ഇവർ 4 വർഷമായി പ്രണയത്തിലാണ്. ഈ ഒരു 4 മാസത്തിനിടയ്ക്ക് ഇയാൾക്ക് ഈ സ്ത്രീ മതം മാറി ഇയാളുടെ മതത്തിലേക്ക് പോകണം. പ്രണയത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്നതാണ്. ഈ സ്ത്രീയെ നിരന്തരമായി ഉപദ്രവിക്കുന്നു, നിരന്തരമായി പീഡിപ്പിക്കുന്നു, ശാരീരികമായി മർദ്ദിക്കുന്നു. അവസാനം ഗതി കെട്ടി ഈ സ്ത്രീ ഒരു സംഘടനയെ സമീപിച്ചപ്പോൾ ആ സംഘടന ഈ പോലീസിനെ ഈ ഡോക്ടറെ കെട്ടിയിട്ടടിക്കുകയാണ്. കാരണം എന്താണ്? നിങ്ങൾ പ്രണയിക്കൂ. പ്രണയം ലവ് ജിഹാദ് എന്നല്ല ഇവിടെ പറയുന്നത്. പ്രണയത്തെ ഒരിക്കലും ലവ് ജിഹാദായി കാണുന്നില്ല. ലവ് ജിഹാദ് എന്താണ്? പ്രണയത്തിന്റെ പേരിൽ നടത്തുന്ന മതം മാറ്റത്തെയാണ് ഇവിടെ സംസാരിക്കുന്നത്. പ്രണയത്തിന്റെ പേരിലല്ല, ഏതിന്റെ പേരിൽ നടത്തുന്ന മതം മാറ്റത്തെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. നിങ്ങളൊരു മുസ്ലിമിനെ പ്രണയിക്കൂ, നിങ്ങളൊരു ക്രിസ്ത്യാനിയെ പ്രണയിക്കൂ, നിങ്ങളൊരു ഹിന്ദുവിനെ പ്രണയിക്കൂ, ബുദ്ധനെ പ്രണയിക്കൂ, പാഴ്സിയെ പ്രണയിക്കൂ, ഏത് സമുദായത്തിലുള്ള ആരെ വേണോ നിങ്ങൾ പ്രണയിക്കൂ. പക്ഷെ നിങ്ങളുടെ മതത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രണയിക്കാൻ കഴിയുന്നില്ല? ഇതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പം ഞാനൊരു ഹിന്ദുവാണ്, പാർത്തൻ ഒരു മുസ്ലിമാണ്, ഞാനും പാർത്തൻ ഒരു പ്രണയമാണെങ്കിൽ എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് എന്നെ ജീവിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് തോന്നണം പാർത്തൻ്റെ മതത്തിലേക്ക് വരണം, എനിക്ക് അങ്ങോട്ടേക്ക് വരണം, അല്ലെങ്കിൽ പാർത്തൻ ഒരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് പാർത്തൻ്റെ മതത്തിലേക്ക് വരണം എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ മനസ്സിലാക്കി ഞാൻ വരേണ്ടതാണ്. അല്ലാതെ പാർത്തൻ പുഷ് ചെയ്തിട്ടല്ല ഞാൻ അതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. എൻ്റെ മതത്തിൽ 3 നേരം 4 നേരം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് കാമുകൻ, ഇതുപോലെ ഇത് സെയിം സംഭവം തന്നെയാണ്. കാമുകൻ വർഷങ്ങളോളം അതിനെ ഒരു 6 or 7 തവണ അബോർഷനാക്കി. അതിനുശേഷം വീണ്ടും ആ കുട്ടിയെ ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ചത് 5 നേരം നിസ്കരിക്കണം, ഖുറാൻ വായിക്കണം, ഞങ്ങളുടെ മതത്തിലേക്ക് വരണം, ഞങ്ങളുടെ മതത്തിനെ കുറിച്ച് മാത്രമേ മിണ്ടാവൂ, പർദ്ദ ധരിക്കണം, നഖം പോലും വെളിയിൽ കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ക്രൂരമായി ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു. ആ പെൺകുട്ടി ഡയറിയിൽ എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അല്ല, ഇതൊന്നും ഇവർ കാണില്ല. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളൊന്നും ഇതൊന്നും കാണില്ല. ഇത് പ്രശ്നം PC ജോർജ് പറഞ്ഞതല്ല. PC ജോർജ് ആരാണ്? ഇവർക്കറിയാം ഇന്ന സംഭവങ്ങൾ കേരളത്തിലുണ്ട്, ഈ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് കേരളത്തിലുണ്ടെന്ന് അറിയാത്തവരല്ല ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ, അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് പറഞ്ഞതാരാണ്? BJPയുടെ നേതാവായ PC ജോർജാണ്. PC ജോർജ് ജനപക്ഷ നേതാവായിരുന്നെങ്കിൽ ഇത്രയും ശബ്ദമുയർത്തി അന്തിച്ചർച്ചകൾ നടത്തിയ ചെയ്യില്ലായിരുന്നു. ഇവരുടെ പ്രശ്നം BJP ആണ്. BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇത് മുതലെടുക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഈ ഘോര പക്ഷേ നിങ്ങളെയൊക്കെ ജനങ്ങൾ നിങ്ങളുടെ കപട മാധ്യമങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ചുമ്മാതല്ല ജനങ്ങൾ ഓൺലൈൻ മാധ്യമത്തെയൊക്കെ ഇപ്പോൾ കൃത്യമായി വീക്ഷിക്കുന്നതും
ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വ്യൂസ് കൂടുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെപ്പോലെയുള്ളതിനെ ഒന്നും വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ഇത്തരം മാധ്യമങ്ങളെ ഒന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് മാറുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം കാണിക്കുമോ? നിങ്ങളുടെ നമ്മുടെയൊക്കെ അന്നമാണ്. ഇപ്പോൾ അപർണക്കുറുപ്പിൻ്റെ ആയാലും പാർത്തൻ്റെ ആയാലും എൻ്റെ ആയാലും ആശ്മിയുടെ ആയാലും എല്ലാവരുടെ അന്നമാണ് ഈ ജോലി എന്ന് പറയുന്നത്. ഒരു നേരത്തെ ആഹാരം കഴിക്കാനായി നമ്മൾ വിളിച്ചു പറയുന്നത് സമൂഹത്തിന് ദോഷം ചെയ്യുമോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന പൈസ കൊണ്ട് കഴിക്കുന്ന ആഹാരം ദഹിക്കില്ല.